ഹലോ 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 ഹായ് മക്കളെ, നിങ്ങളുടെ മെയിൻ എക്സാം, മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു. മെയിൻ എക്സാം ഇതാ ഇങ്ങ് അടുത്തെത്തി അല്ലേ. അപ്പം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മിസ്സേ ആസ്വാദനപ്പിണി എങ്ങനെയാണ് മിസ് എഴുതുക, അതിന് ഏറ്റവും നോർമലായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ മിസ് എന്ന് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ഈ ഒരു വീഡിയോ മിസ്സ് ഇവിടെ ദാ നോക്കി ആസ്വാദനപ്പിണി കേസയിലേക്കും എങ്ങനെയാണ് ആസ്വാദനപ്പിണി എഴുതേണ്ടത് എന്നുള്ളത് ഒന്നുമില്ലടാ, അതിന് കോമണായിട്ട് എഴുതാൻ പറ്റിയ ഇനിയിപ്പോൾ ഏതായിക്കോട്ടെ, നിങ്ങളുടെ +1 ഹിന്ദിയിലെ തന്നെ മദ്റുദു ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ ചാന്തോർ കവി ആയിക്കോട്ടെ, അതേപോലെ പത്തർ കി ബെഞ്ച് ആയിക്കോട്ടെ, കഹനാ നഹീ ഹത്ത്, ഇങ്ങനെ 4 കവിതകളല്ലേ ഉള്ളത്. അപ്പോൾ ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് സരളമായിട്ടൊക്കെ എഴുതാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ആസ്വാദൻ ടിപ്പണി കേസയിലേക്ക് എന്ന് പറഞ്ഞിട്ട്. നോക്കിയ മക്കളെ, ഇങ്ങനെയും ചുരുവാത് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആസ്വാദനക്കുറിപ്പാണ്. ഒരു കവിത വായിച്ചിട്ട് കവിതയുടെ വരികളൊക്കെ തരും, അതിന് ആസ്വാദനക്കുറിപ്പ്, ആസ്വാദന ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് 3 പാരഗ്രാഫായിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ എഴുതാം? പങ്ക്തി വരികൾ തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആ വരികൾ തന്നപ്പോൾ ഈസ് കവിത കാ മുഖ്യ വിഷയ ഹേ, ഇത് ഇതിൻ്റെ കവിതയിൽ മുഖ്യ വിഷയമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഈ കവിത ചിത പ്രസ്തുത ഹേ കൊടുത്തൂടെടാ. ഇനി രണ്ടാമത് നോക്കിയേ, ഈസ് കവിതാശയ പ്രസ്തുത ഹേ, അതായത് ഇതിങ്ങനെ ഒരു കുത്തിട്ടിട്ട് ഇതൊക്കെ ഈ കവിതയിൽ നിന്നും, ഏത് കവിതയാണോ അതിൽ നിന്നും അവതരിപ്പിച്ചിട്ടാണ്. ഇതൊരു സമകാലീൻ കവിതയാണ്. ഈസ് കവിത കെ കവി ഹേ സുപ്രസിദ്ധ സമകാലീൻ കവി, ആരാണോ അവരിത് കൊടുക്കുക. പ്രസ്തുത പങ്ക്തിയാം, ഈ വരികള് ആരാണോ ഇതൊക്കെ ഡാഷിട്ട് എന്താണടാ, ഏത് കവിതയാണോ, കവിത ആ ഒരു കവിയാണ്, അല്ലെങ്കിൽ ഏത് കവിതയാണ് അത്, പ്രസിദ്ധ കവിത ഏത് കവിതയാണ് അത്. ഇനി ഛായവാദിയാണെങ്കിൽ ഛായ, റൊമാൻറ്റിസം ആണെങ്കിൽ റൊമാൻറ്റിസം, അല്ല ആധുനിക കവിയോമേ അഗ്രണീ ഹേ അല്ലേ. ഇത് ഛായവാദി ആയിക്കോട്ടെ, നമ്മുടെ ഛായവാദി കവിതയാണ് എന്ത്, നമ്മുടെ മദ്റുദു എന്ന് പറയുന്നത് അല്ലേ. അതാണെങ്കിൽ അത് ഇതാണടാ സ്റ്റാർട്ടിങ്. നോക്കിയേ, ഇത് വേണം ഇങ്ങനെ കൊടുക്കാം. പ്രസിദ്ധ കവിതാംശ് ഇസ് കവിതാസി അവതരിത് ഹേ, ഈ ഒരു കവിതയാംശ് എന്ന് പറയുന്നത് ഈ കവിതയിൽ നിന്ന് എടുത്തുള്ളതാണ്. സുപ്രസിദ്ധ ഹിന്ദി സാഹിത്യകാർ ആരുടെ ഈ കവിത ഹേ എന്നത് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടതാണ്. ആസ്വാദന ടിപ്പണി 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുന്നതാണ് ഇതൊക്കെ. ഏക സുന്ദർ കവിത ഹേ, ഇത് നിങ്ങൾക്ക് എഴുതാം, ഇതൊരു സുന്ദരമായ കവിതയാണ്, ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതാം. ഛായവാദി കവിതയാണെങ്കിൽ ഛായവാദി, പ്രകൃതിവാദിയാണെന്ന് വെച്ചാൽ പ്രകൃതിവാദി കവിതയാണ് നമ്മുടെ ചാന്തോർ കവി എന്നൊക്കെ പറയുന്നത്. ഛായവാദി കവിതയാണ് നമ്മുടെ മദ്റുദു എന്ന് പറയുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കാം. ഇതാണ് ശുരുവാത്ത്, സ്റ്റാർട്ടിങ്, ഫസ്റ്റത്തെ പാരഗ്രാഫിൽ സൂചിപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയുടെ സാറാണ്. എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്, സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. അതായത് കവി കഹത്തെ ഹേ, കവി പറയുന്നു, അല്ലെങ്കിൽ ഈസ് കവിതാമേ കവി കഹത്തെ ഹേ, ഈ കവിതയിലൂടെ കവി പറയുന്നു. അത് സ്റ്റാർട്ടിങ്, അത് കൊടുത്തിട്ട് വേണം നിങ്ങൾ കവിതയുടെ സാരം എഴുതാൻ. കവിതാക്ക സാരാംശം, കവിതയുടെ സാരാംശം ഇന്നതാണ് എന്ന് ഓർത്തുവിട്ട് അത് എഴുതാം. സിമ്പിളല്ലേ, സിമ്പിൾ. ഇത്രയുള്ളൂ രണ്ടാമത്തെ പാരഗ്രാഫ്. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ അപ്പനാ ദൃശ്യം, നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് കോമൺ ആണടാ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്താൽ മതി, അങ്ങോട്ട് തട്ടി വിട്ടോളൂ അല്ലേ. ഈ കവി അഹം വർത്തമാൻ സമാജ് കാ വാസ്തവിക ചിത്ര പ്രസ്തുത കർത്തെ ഹേ, കവി ഇവിടെ വർത്തമാൻ സമാജ് കാ, വർത്തമാന കാലഘട്ടത്തിലെ വാസ്തവികമായ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു കവിത ഉണ്ടല്ലോ സമകാലീനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതാണ്? യെസ്, കഹനാ നഹീ ഹത്ത്, ലാസ്റ്റത്തെ കവിത അല്ലേ, പവൻ കരൺജിയുടെ കവിത കഹനാ നഹീ ഹത്ത്. അതൊരു സമകാലീന സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതല്ലേ. യെസ്, അത് വേണമെങ്കിൽ ഇത് കൊടുക്കാം. അത് ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ ആസ്വാദനം വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാം. ഭാഷ സരള ഒരു പ്രഭാവം മഹി ഹേ, ഇത് കൊടുക്കാം. ഇത് കോമൺ ആണ് കേട്ടാ. കവിതാശ്വര കവിക്ക് ഭാവാശയ ഹമ്മേലാരേമേ കവി സഫൽ ഹുയേ ഹേ, കവിതയുടെ ഈ കവിതാംശ മുഖേന കവിയുടെ ഭാവം നമ്മളിൽ കൊണ്ടുവരുന്നതിൽ കവി എന്താ, സഫലമായി കവി വിജയിച്ചു. ഇനി സന്ദേശ് കവിതാശ്വര കവി ഹമേ ദേത്തെ ഹേ, ഈ സന്ദേശമാണ് ഈ ഒരു കവിതാംശ മുഖേന കവി നമുക്ക് തരുന്നത്. ഇനി പങ്ക്തിയോ കാ ആശയ ആസാനി സേ സമജ് സക്തേ ഹേ, ഈ വരികളുടെ ആശയം എളുപ്പത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശീർഷക സാർത്ഥക സംഗത ഹേ, ശീർഷകം
അത്രയും ആപ്റ്റാണ്, സാർത്ഥകാണ്, സംഗതാണ്. एक सुंदर कविता है കൊടുത്തു വിടടാ. പദാവലി അത്യന്ത കോമൾ ഹേ, അതിൻ്റെ പദാവലി വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അത്യന്ത കോമളമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ. ഇതൊക്കെ കോമണാണെടാ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ആസ്വാദനപ്പിണി എന്തായാലും മസ്റ്റാ, ആസ്വാദനപ്പിണി മസ്റ്റാ. ഒന്നെങ്കിൽ പത്രക്ക് ബേഞ്ച്, അല്ലെങ്കിൽ മദ്രുദു, അല്ലെങ്കിൽ കഹനാ നഹീ ആതാ, അല്ലെങ്കിൽ ചാന്ദോർ കവി. അപ്പം എന്തായാലും മസ്റ്റാണ്. അപ്പം ഇതിലൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കേണ്ട കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പം ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇനി +1 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. നോക്കി, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെയാണ് വരിക കേട്ടോ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് പബ്ലിക് എക്സാമിന് വരിക. കവിതാംശ് പഠിയ ഒരു 6 से 8 तक के प्रश्नों की उत्तर लिखे. 6 മുതൽ 8 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. പത്തർ കി ബെഞ്ചിലെ വരികൾ കൊടുത്തു കണ്ടോ അല്ലേ? പത്ര കി ബെഞ്ച് ഇസ് പർ ഹോത്താ ഹുവാ ബച്ചാ ബിസ്കുട്ട് കോ ദേത്തെ ചുപ്പ് ഹോ രഹാ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടോ? ഓക്കെ, രോത്താ ഹുവാ ബച്ചാ ക്യാ ഗുദർ കർ ചുപ്പ് ഹോ രഹാ ഹൈ, എന്താണ് ആ കരയുന്ന കുട്ടി? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേടാ. പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് കൽബെഞ്ച് ആരുടെ കവിതയാണെടാ? നമ്മുടെ ചന്ദ്രകാന്ത് ദേവദാലേജിയുടെ കവിതയാടാ അല്ലേ? ആ ഒരു പാർക്കിലെ ദൃശ്യമായ പബ്ലിക് പ്ലേസിലുണ്ട് കൽബെഞ്ച് ഇട്ടിരിക്കുന്നുണ്ട്. അതിൽ 4 ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? അതിലൊരു കരയുന്ന കുട്ടി എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്? ബിസ്ക്കറ്റ് കുറിച്ച് കൊണ്ടല്ലേ ഇരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഇതൊക്കെ അതിൽ തന്നെ ഉണ്ട് കണ്ടോ? ഇനി റിട്ടയർഡ് ബൂഡാ ക്യാ കർ രഹാ ഹൈ, എന്താണ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വൃദ്ധൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താണ് ആ വൃദ്ധൻ ചെയ്യുന്നത് നോക്കി? റിട്ടയർഡ് ബൂഡാ പർ തോ ബാരിഷ് ഹോ രഹാ ഹൈ അല്ലെ, ആത്തോൻ സ്യാൻ കേട്ടാപ്പ് അല്ലേ? അതിൽ പറയുന്നുണ്ട് കൈകൾ കൊണ്ട് കണ്ണു മൂടിയിട്ട് കിടന്ന് ഉറങ്ങാണ് ആര്? ആ റിട്ടയർഡ് ആയിട്ടുള്ള വൃദ്ധൻ. പിന്നെ കവിതയുടെ ആസ്വാദന ടിപ്പണി ഞാൻ പറഞ്ഞു 3 പാരഗ്രാഫായിട്ട് എൻ്റെ മക്കൾ എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നോക്കിയേ, ഏം പങ്ക്തിയാ, ഇങ്ങനെ തന്നെ എഴുതാം. ये वरिകൾ चंद्रकांत देवदाले जी की पत्थर की बेंच नामक कविता की है. इन पंक्तियों में कवि एक पार्क में पड़ी पत्थर की बेंच के 4 दृश्य प्रस्तुत करते हैं. ഇത് ഫസ്റ്റത്തെ പാരഗ്രാഫ് ആയിട്ട് എഴുതുക. കവിയെക്കുറിച്ച് ആരുടെ കവിതയാണ്, ഇതിൽ എന്താണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക, എന്താണ് അതിൽ പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫ്. ഇത് ചന്ദ്രകാന്ത് ദേവദാലജിയുടെ കവിതയാണ്. ഇതിൽ പത്ര കി ബെഞ്ച് എന്ന് പറയുന്ന ഈ കവിത പാർക്കിൽ ഇട്ടിരിക്കുന്ന ആ കൽബെഞ്ചുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ആ ദൃശ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നോക്കിയേ, ആദ്യത്തെ ദൃശ്യം എന്താണെന്നുള്ളത്, ഒരു കരയുന്ന കുട്ടി. ആദ്യ ദൃശ്യം എന്താണ്? ആ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടി, ബിസ്ക്കറ്റ് കുറച്ചുകൊണ്ട് അവൻ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആളുകൾ ആ കൽബെഞ്ചിൽ വന്നിരുന്നു. അതാരാണ്? ഒരു ക്ഷീണിതനായ യുവാവ്. അവൻ തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട കുച്ചിലേ ഹുയേ സപ്നോ കോ സഹലാ രഹാ ഹൈ, തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ താലോലിക്കുകയാണ്. മൂന്നാമത്തെ ദൃശ്യത്തിലോ റിട്ടയർഡ് ബൂഡാ, റിട്ടയർഡ് ആയിട്ടുള്ള വൃദ്ധൻ എന്ത് ചെയ്യുന്നു? ദോപഹരി കെ സമയ ബെഞ്ച് പർ ഹാത്തോൻ സേ ആംഗേട്ടാപ് സോ രഹാ ഹൈ, എന്ത് ചെയ്യുന്നു? ഉറങ്ങാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തൻ്റെ കൈകൾ കൊണ്ട് കണ്ണു മൂടിയിട്ട് കിടന്ന് ഉറങ്ങാണ്. നാലാമത്തെ ദൃശ്യമോ പ്രേമി പ്രേമിയാണ്, ബെഞ്ച് പർ ബൈഠ്കർ ജിന്ദഗി സപ്നെ ബുൻ രഹാ ഹൈ അല്ലേ? നാലാമത്തെ അത് ഭാര്യ ഭർത്താക്കന്മാരാവാം, കാമുകി കാമുകന്മാരാവാം. അവരെന്ത് ചെയ്യുന്നു? തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടാണ്. ഇതല്ലേ ആ കവിതയുടെ ആശയം അല്ലെ? കവിതക്ക് ആശയം ഇതല്ലേ? ഇനി എന്താണോ ഇതിൽ പറയുന്നത് അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ. ഇപ്രകാരം പത്ര കി ബെഞ്ചില് ആത്സു കണ്ണുനീരും ദക്കാൻ വിശ്രമം ക്ഷീണം, വിശ്രാമം എന്ന് പറഞ്ഞാൽ വിശ്രമം, പ്രേം കി സ്മൃതിയും ഇതൊക്കെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. പത്ര കി ബെഞ്ച് സാർവജനിക് ജഗ പ്രതീക. ഈ കൽ ബെഞ്ച് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസ് ആണ്. മനസ്സിലായല്ലോ? ഇത് നമ്മുടെ പത്ര കി ബെഞ്ച് എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ ഒരു പത്ര കി ബെഞ്ചിൽ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു പാറ്റേൺ 3 പാരഗ്രാഫാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് 3ാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടതാണ്. ഇത് 2ാമത്തെ പാരഗ്രാഫിൽ സ്റ്റാർട്ടിങ് എഴുതേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് എന്താ ശുരുവാത്ത് സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടടാ. അതെന്താണ് കേട്ടോ അത്. മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ആസ്വാദന ടിപ്പണി. കേസി ലേഖ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വാദനക്കുറിപ്പാണ്, ആസ്വദിച്ചു കൊണ്ട് എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ട് എഴുതാം. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് ആസ്വാദന ടിപ്പണിക്ക് സുഖമായി, സിമ്പിളായി, സരളമായി, ലളിതമായി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ മക്കളെ? ഓക്കെ. അപ്പം എല്ലാവരും മെയിൻ എക്സാമിന് ഇതൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പോയിക്കോളാം കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ. എപ്പോഴും മിസ് ഉണ്ടടാ കൂടെ. നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ.
നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഭാഗമായിട്ട് ലൈവ് വരുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. ഓക്കെ 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 ധന്യവാദ് ബച്ചോ.